സഹോദരി, ഞാൻ വീണ്ടും നിങ്ങളുടെ മുൻപിൽ വരുന്നു. വെറുതെ ഒന്നുമല്ല, ഒരു ചെറിയ കാര്യം പറയാനായിട്ടാണ്. അതായത്, നാട് ഭരിക്കുന്നവർ നാട് നശിച്ചാലും വേണ്ടില്ല, എനിക്ക് വേണ്ടപ്പെട്ടവർക്ക് ഒരു ദോഷം വരുന്ന കരുതുന്ന രീതിയിൽ ഭരിക്കുന്ന ഭരണാധികാരികൾ ദേശത്തുണ്ടായാൽ ദേശം നശിക്കുകയല്ലാതൊന്നുമില്ല. അത് ഇപ്പോൾ ഞാൻ പറയാൻ കാരണം, അതായത് മരട് ഫ്ലാറ്റ് കൊച്ചിയിൽ 2 വലിയ കെട്ടിടങ്ങൾ പൊളിച്ചു. സുപ്രീം കോടതിയുടെ ഉത്തരവ് പ്രകാരമാണ് അത് പൊളിച്ചത്. അന്ന് സുപ്രീം കോടതി ഒരു വാക്കുകൂടെ അവിടെ കൂട്ടിച്ചേർത്തു. ഇതുപോലെയുള്ള കെട്ടിടങ്ങൾ എവിടെ ഉണ്ട് അതിൻ്റെ ലിസ്റ്റ് തരണമെന്ന്. കേരള സർക്കാർ കൊടുത്തോ? ഇതുവരെ കൊടുക്കത്തില്ല. കാരണം തൻ്റെ വേണ്ടപ്പെട്ടവരുടെ എല്ലാം കെട്ടിടങ്ങൾ അവിടെ ഉണ്ട്. മാതാ അമൃതമയ്യയുടെ കെട്ടിടം വരെ ഉണ്ട്. യൂസഫ് അലിയുടെ കെട്ടിടമുണ്ട്. അതൊക്കെ എഴുതി കൊടുത്താൽ അവരുടെ പ്രീതി നമുക്ക് കിട്ടത്തില്ല, നഷ്ടപ്പെട്ടു പോവും. നല്ല കാര്യം, അതിനെക്കുറിച്ച് ഞാൻ കൊണ്ടുവന്ന് ഇപ്പോൾ ഞാനത് പറയാൻ കാരണം, പേവിഷബാധയേറ്റ മരണം പൂർണ്ണ നഷ്ടപരിഹാരം കിട്ടാതെ 12 വയസ്സുകാരുടെ കുടുംബം 2.5 വർഷം മുമ്പ് റാന്നി പെരുന്നാട് മരിച്ച അഭിരാമിയുടെ കുടുംബത്തിന് ലഭിച്ചത് പ്രഖ്യാപിച്ചതിൻ്റെ 5-1 മാത്രം. അതായത് അവർക്ക് ഇത് 12 ലക്ഷം കൊടുക്കാൻ വിരിച്ചിറക്കുകയും അവർക്ക് കിട്ടിയത് 3 ലക്ഷം. ഇതാണ് മക്കളെ നമ്മുടെ രാഷ്ട്രീയം. പഞ്ചായത്താണെങ്കിൽ അവർക്ക് കൊടുക്കാൻ വൈകില്ല, അവിടെ ഉടനെ പറയണം, ഗവൺമെൻറ്റിനോട് പറയണം, ഞങ്ങളുടെ ഈ കാശില്ല. എന്തുകൊണ്ട് ആ കുഞ്ഞിന് കാശ് കൊടുത്തില്ല? ആ മരിച്ചുപോയ കുഞ്ഞിൻ്റെ കുടുംബത്തിന് ആ കാശ് കിട്ടാൻ അർഹതയുണ്ടെങ്കിൽ അവർക്ക് കൊടുത്തിരിക്കണം. എന്തുകൊണ്ട് പഞ്ചായത്ത് കൊടുത്തില്ല? പഞ്ചായത്ത് കൊടുത്തില്ലെങ്കിൽ അതിനുള്ള കാരണം പറയണം. ഞാൻ ആരോടും ഒന്നും വലിയ ഇതായിട്ട് പറയല്ല. മക്കളെ, ഇതിനൊക്കെ ഈ അവസരം വരും. നിൻ്റെ കുഞ്ഞും നിൻ്റെ കൊച്ചുമക്കളും ചിലപ്പോൾ ഈ സമയത്ത് ഈ സാഹചര്യത്തിൽ വന്നെന്ന് വരും. അന്ന് നീ നിയമം മാറ്റി എഴുതരുത്. ആ കുഞ്ഞിന് കൊടുക്കേണ്ട കാശ് കൊടുക്കുക. അതിനുള്ള ഉത്തരവാദിത്വം ഗവൺമെൻറ്റിനുണ്ട്. പഞ്ചായത്ത് കൊടുത്തില്ലെങ്കിൽ ഗവൺമെൻറ് ചോദിക്കണം, ഭരണകർത്താക്കൾ ചോദിക്കണം, MLA ഉണ്ട്, എല്ലാ ജനവാസികളും ഉണ്ട്. അവർ ചോദിക്കണം എന്തുകൊണ്ടാണ് കാശ് കൊടുത്തില്ല എന്നുള്ളത്. നമ്മൾ പൊതുജനങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുക. അവരുടെ കാര്യമാണ്, എൻ്റെ കാര്യമല്ല. മക്കളെ, നമ്മുടെ കാര്യവും വരുമെന്ന് ഓർത്തുകൊണ്ട് ഓരോ ദിവസവും മുന്നോട്ട് പോകുക. ഓരോ ദിവസവും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയൂടെ പ്രയത്നിക്കുക. ഇല്ല എങ്കിൽ ഈ അവസരം നമുക്ക് വരുമ്പോൾ കരഞ്ഞിരുന്നിട്ട് കാര്യമില്ല.